പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 10 ശനിയാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്താൽ മെയ് 10 ഇന്ന് അങ്ങയുടെ മക്കൾ സഞ്ചരിക്കുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഓരോരോ ഉദ്യോഗത്തിന് വേണ്ടിയും ഓരോരോ ഉദ്യമങ്ങൾക്കായി മനസ്സ് വിഷമിച്ച് പോകുന്നവരുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. അവരെല്ലാം നീ സന്ധിക്കണം. കർത്താവ്, ഓരോരോ വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അവർ ആ വ്യക്തികൾ ഇവർക്ക് അനുകൂലമായി മാറാൻ വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. മെയ് 10 ഡേറ്റ് പറഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകളുണ്ടായി.
മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ, ചിലർ വിവാഹത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട്, ചിലർ വസ്തു കൈമാറ്റത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട്, വസ്തു വാങ്ങിക്കുന്ന അഡ്വാൻസ് ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മെയ് 10 ഒത്തിരിയേറെ കമ്മിറ്റ്മെൻറ്റുകളുള്ളതാണ്. കർത്താവ് അതെല്ലാം ഇന്ന് പരീക്ഷ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കാം, ഇന്ന് ഏതെങ്കിലും ഒരു ഓഫർ ലെറ്റർ പ്രതീക്ഷിക്കുന്ന ദിവസമായിരിക്കാം. കർത്താവ് അങ്ങയുടെ മക്കൾ ഉത്കണ്ഠപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളിൽ നിന്നും, അവന് രോഗകരമായ അവസ്ഥകൾ, വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, മക്കൾ ലഭിച്ചിട്ട് പോലും സ്പോട്ടിങ്ങൊക്കെ ഉണ്ടായിട്ട് അവർ വല്ലാത്ത രീതിയിൽ മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഓരോരോ കാര്യം ഓർത്ത്, വീട്ടിൽ സംഭവിച്ച ഓരോരോ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ഓർത്ത് എന്നാത്തിനായി ഇങ്ങനെ ജീവിച്ചു പോകണമെന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്ത രീതിയിൽ ആലോചിക്കപ്പെടുന്നവരുണ്ട്. അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. പലപ്പോഴും നിങ്ങൾ ഓരോരോ വിഷയത്തിന്, ഇപ്പം ഞാനായാലും നിങ്ങളായാലും, ഇപ്പം ഞാനെന്ത് ചെയ്യും എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അല്ല അങ്ങനെയല്ലേ? അയ്യോ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എനിക്ക് ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ടുകാരുടെ കൂടെ പറഞ്ഞൊപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കാൻ പറ്റുമോ? അവർ മാത്രം പോയി ഞാൻ ഇവിടെ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഞാനുണ്ട്. ഈ ഞാനെ മാറ്റിയാൽ എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? മനസ്സിലായില്ല? അത് ആ രീതിയിലാണ് റീഫോർമാറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിള്. എനിക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്യും എന്ന് ഒരു വിശ്വസിക്കുന്നിടത്ത് വെച്ചാണ് പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടിയാണ് പറയണത്, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളെ എളിമയോടെ വിനയത്തോടെ നിൽക്കാമെന്ന് പറയണത്. അപ്പം അതനുസരിച്ച് തന്നെ നമ്മൾ ഓരോരോ കാര്യത്തിനും ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുഴുവൻ റിസ്ക് നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയം അർപ്പിക്കുകയും ചെയ്യിക്കണ ദൈവത്തിലാകും. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാപരമായ എളിമയുണ്ട്. 1 വായിച്ചേ. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പം ഞാനെന്ത് ചെയ്യും എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉദ്ദീപനം ചെയ്ത് ഉത്കണ്ഠ വലുതാക്കേണ്ട കാര്യമില്ല. ദൈവം എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിശ്വാസം അർപ്പിച്ച്, ഇങ്ങനെ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടെന്നറിയാവോ? ദൈവസ്നേഹമാണ്. ഇപ്പോൾ ഈശോ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി, ഹൃദയത്തെ ശങ്കിക്കാതെ നിങ്ങളത് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് വീഴും. മർക്കോസിൻ്റെ സുവിശേഷം 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. എല്ലാവർക്കും ഒരു ഉതപ്പുണ്ടാകുന്നൊരു വചനമാണ്. പിന്നെ മലയിൽ നിന്ന് മാറി മലയോട് പോയി കടലിൽ വീഴാൻ പറഞ്ഞാൽ വീഴും, ചുമ്മാ വീഴത്തില്ലെന്ന് പറയും. പക്ഷേ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് അറിയുക? മലയെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത തടസ്സങ്ങളാണ്. ജീവിതത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവും, ലോൺ കിട്ടാൻ തടസ്സം വരത്തില്ലേ? അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരും. ഇതിന് എന്താണ് മലയെന്ന് പറയണത്? അപ്പോൾ എന്ത് ചെയ്യണം?
ഈ ഈ തടസ്സം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? ഹൃദയത്തെ ശങ്കിക്കാതെ. അപ്പോൾ അവിടെയാണ് പ്രശ്നമായത്. അപ്പോൾ നമ്മൾ ഓർക്കും ശങ്ക എങ്ങനെയായാലും ഉണ്ടാകുമല്ലോ മനുഷ്യനെ. പിന്നെ എങ്ങനെ ശങ്കിക്കാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം ശങ്ക ഉണ്ടാകാതിരിക്കാൻ എന്താ മാർഗം എന്നറിയാവോ? ഹൃദയത്തെ ശങ്കിക്കാതെ എന്നല്ല പറയണത്. അപ്പം ഹൃദയമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ വിശ്വസിക്കണത് എന്താണ്? ഹൃദയത്തിലല്ലേ വിശ്വസിക്കണത്. ഇപ്പം യേശു കർത്താവാണെന്ന് ആധരം കൊണ്ട് ഏറ്റു പറയും. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലാണ് വിശ്വസിക്കണം മനുഷ്യൻ, അല്ലേ? 10:9 റോമ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹൃദയത്തെ ശങ്കിക്കാതെ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള കൗണ്ടർ പാർട്ട് എന്താണ്? എതിർ ശക്തി എന്താണ്? സംശയമാണ്. അപ്പോൾ വിശ്വാസത്തിന് എതിരെ വരാൻ സാധ്യതയുള്ളത് മനുഷ്യൻ്റെ സംശയമാണ്. ഈ സംശയത്തെ എങ്ങനെ അതിജീവിക്കണത്? അത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത്. മനസ്സിലായില്ലേ? 1 Corinthians 13:7 സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അതാണ് സംഭവം. സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ സംശയത്തെ അതിജീവിക്കണം എങ്ങനെയാണ്? സകലത്തെയും അതിജീവിക്കുമെന്ന് പറയണല്ലേ. അപ്പം എങ്ങനെയാണ് അതിജീവിക്കണത്? സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത്. ഇപ്പോൾ ഒരു അമ്മയുടെ എളിയിൽ ഒരു കുഞ്ഞിരിക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് കളിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അരയിരുന്നുണ്ട്. കുഞ്ഞ് അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ആഴങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലെയുള്ള ആഴങ്ങളായിരിക്കും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ കുഞ്ഞ് അവിടെ നിന്ന് അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്താണ്? ഭയങ്കരമായ എൻ്റെ അമ്മേൻ്റെ താഴെ ഇടുകയോ ഇല്ലയോ എന്ന് കൊച്ചിന് സംശയമില്ല. സ്നേഹമാണ് ആ സംശയം മാറ്റുന്നത് കൊച്ചിൻ്റെ. പക്ഷേ കൈമാറിയൊന്ന് എടുത്ത് നോക്കി, ഒരു അപരിചിതമായ സ്ഥലത്ത് വ്യക്തിയൊന്ന് എടുത്ത് നോക്കി, അപ്പം കൊച്ചിനെ നിലവിളിച്ച് വരും, കരച്ചിൽ വരും. അപ്പം ഇതിൽ വരുന്ന വെച്ചാൽ സംശയത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഈ മാങ്കാണ്ടിയുടെ അത് പുഴു എന്ന പോലെയാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ സംശയം വരണത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങാണ്ടിയുടെ പുഴു എങ്ങനെയാണ് വേണ്ടത്? അത് പൂവായിരുന്ന സമയത്ത് തന്നെ മുട്ടയിട്ട് പോകുന്നത് അതിൻ്റെ അകത്ത് നിന്ന് വളരണത്. ഇതുപോലെ വിശ്വാസത്തിൽ തന്നെയും വിശ്വാസം രൂപപ്പെട്ട് വരുന്ന കാലത്ത് തന്നെയും സംശയങ്ങളും രൂപപ്പെട്ടു വരും. അതുകൊണ്ടാണ് ഈ നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ പിള്ളേരെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ മുതിർന്നവർ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത്. കാര്യം എന്താണ്? അവർക്ക് അപ്പനും അമ്മയ്ക്കും സംശയമാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി സംശയം ഉണ്ടാകും. അപ്പോൾ അവരുടെ പൂ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ആ സംശയത്തിൻ്റെ കണിക അതിനകത്ത് വീഴും. അപ്പോൾ വളർന്നു വരുമ്പോഴും അവർ ആ വിശ്വാസത്തിലേക്ക് സംശയം ഉണ്ടാകും. യോഗ്യന്മാരെ തിരിച്ചറിയാൻ എപ്പോഴും യോഗ്യമായ തീരുമാനത്തിൽ എത്തുന്നവരെ മത്സരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ ചില ആൾക്കാർ കയ്യാങ്കളിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ നമ്മളിതൊക്കെ കുഞ്ഞുങ്ങളെ ഇരുന്നുകൊണ്ട് കെട്ടിയിരുന്ന് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓർക്കും ഇതൊക്കെ ചുമ്മാ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ല, ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത്. കാര്യം അവരെ എപ്പോഴും നമ്മൾ അവിടെ ഉള്ളിൽ ഇപ്പോൾ ഈ മാങ്ങാണ്ടിടത്ത് എങ്ങനെ പുഴു വരുന്നത്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്താ വരുന്നത്? പൂക്കുമ്പോൾ തന്നെ പരാഗണത്തിലൂടെ വരുന്നതാണത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം